ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഇങ്ങനെ അതിര് വിടുന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ ശരിക്കും ഈ അതിര് എന്ന് പറയുന്നത് എന്താണ്? ബിക്കോസ് സാധാരണ ഇപ്പോൾ ഒരു ക്യാൻസറിൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ആ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണല്ലോ വരുന്നത്. അപ്പം പൊതുവെ പേഷ്യൻ്റ് ആണെങ്കിലും പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ളവരാണെങ്കിലും ഡോക്ടറാണെങ്കിലും എല്ലാവരും പിന്നെ ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ജീവൻ രക്ഷിക്കുക എന്നുള്ള അത്. അപ്പം എങ്ങനെയാണ് ഈ അതിര് നമ്മൾ പറയുക? ജീവൻ രക്ഷിക്കുക എന്ന് പറയുമ്പം ഹാർട്ടിൻ്റെ നമുക്കൊരു എമർജൻസി അറ്റാക്ക് വന്നു, നമുക്ക് ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളതിന് ഒരു ഇമ്മീഡിയറ്റ്, അതാണ് നമ്മൾ എമർജൻസി കെയറിലാണ് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്നത്. ക്യാൻസറിൻ്റെ കാര്യത്തിൽ നമുക്ക് ലൈഫ് എക്സ്പെക്റ്റൻസി എന്തോരം ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. ലൈഫ് എക്സ്പെക്റ്റൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണല്ലോ നമ്മൾ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ചെയ്യുന്നത്. ഇപ്പം നമുക്ക് പക്ഷെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ക്യാൻസർ എന്നുള്ള കാര്യം എല്ലാവരും മറന്നു പോകുന്നു. പേഷ്യൻറ്റും മറക്കുന്നു, ഓങ്കോ സർജനും മറക്കുന്നു, മെഡിക്കൽ ഓങ്കോളജിയും മറക്കുന്നു. അതൊക്കെ ജസ്റ്റ് ഒരു പാസീവായിട്ട് എന്തെങ്കിലും ഒരു ഡയറ്റീഷ്യനും അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് പോലും ഇതിനകത്തേക്ക് വരുന്നില്ല. അതൊക്കെ മിക്കവാറും ന്യൂറോ കെയറിലൊക്കെ അല്ലേ വരുന്നുള്ളൂ. സ്ട്രോക്കൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഫിസിയോതെറാപ്പിസ്റ്റിന് റോള് വരുന്നുള്ളൂ. അപ്പം നമ്മൾ ഏറ്റവും ഇഗ്നോർ ചെയ്ത് കഴിയുന്ന ഒരു ഫീൽഡാണ് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. അത് ഒന്ന് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് എടുക്കുക. അതിനെക്കുറിച്ച് മോർ പേഷ്യൻസ് തന്നെ അവെയർ ആകുക. നമ്മളുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ചികിത്സയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പലരും അതുവരെ ക്യാൻസർ നമ്മൾ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സ്കാൻ ചെയ്തപ്പോഴോ അല്ലെ ഒരു മാർക്കർ ടെസ്റ്റ് PSA പോലെയുള്ളത് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ക്യാൻസർ ആണെന്ന് അറിയുന്നത്. അതുവരെ ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരാൾ പലപ്പോഴും ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും അവർ വളരെയായിട്ട് ഡൗൺ ആയി പോകുന്നുണ്ട്. അത് കീമോതെറാപ്പിയും ഇപ്പം ഒക്കെ എടുത്തു കഴിയുമ്പം വളരെ വീക്കായി പോകും. പ്രത്യേകിച്ച് 60-70 ഒക്കെ കഴിഞ്ഞവർ, അതിൻ്റെ കൂടെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും എല്ലാം ഹാർട്ട് ഡിസീസും ഒക്കെ ഉള്ളവർക്ക് ആ കീമോതെറാപ്പിയുടെ ഒന്നും അതിൻ്റെ ടോക്സിസിറ്റി താങ്ങാൻ പറ്റില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മരുന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റുകളിൽ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഇപ്പോൾ ഓപ്പറേഷൻ ആണെങ്കിൽ പ്രത്യേകിച്ചും ഒരു വളരെ റാഡിക്കൽ സർജറി, എക്സ്റ്റെൻസീവ് സർജറി ആയിരിക്കും ചെയ്യുന്നത് മറ്റുള്ള ഓപ്പറേഷനുകളെ വെച്ച്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക് തന്നെ നമ്മൾ സ്ട്രോങ് ആണെന്ന് പറയും. അതിൻ്റെ ആൻറ്റിബയോട്ടിക്കിനേക്കാളും ഒക്കെ മച്ച് സ്ട്രോങ്ങർ മെഡിസിൻസാണ് കീമോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്.